ഹായ് എവ്രിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഇഡലിപ്പൊടി അഥവാ ദോശപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരു 3-4 മാസം വരെ ഒട്ടും ചീത്താവാതെ ഇരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായതിനു ശേഷം ഒരു 3 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതിട്ട് റോസ്റ്റ് ആക്കാം. 1 മിനിറ്റ് റോസ്റ്റ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് സ്പ്ലിറ്റ് ഉഴുന്നാണെങ്കിൽ അതും ഈ സെയിം അളവിൽ തന്നെ ചേർത്താൽ മതി. അതിന്റെ കൂടെ തന്നെ 1/4 കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അരിയാണ്. പച്ചരിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഡലി റൈസോ ഇല്ലെങ്കിൽ പൊന്നി അരിയോ ഏത് റൈസ് വേണമെങ്കിലും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ കുരുമുളകാണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കുക. ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ മൂപ്പിച്ചെടുക്കാം. നല്ലെണ്ണയിൽ വേണമെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓരോ നാട്ടിലും ഓരോ രീതിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ എന്റെ വീട്ടിൽ അമ്മൂമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ്. തമിഴ്നാട് സൈഡൊക്കെ ആണെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ റോസ്റ്റ് ആക്കുന്നത്. അതായത് ആദ്യം ഉഴുന്ന് റോസ്റ്റ് ചെയ്യും, പിന്നെ പരിപ്പ്, അങ്ങനെ ബേസിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. റൈസ് ഓപ്ഷണൽ ആണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റമൊക്കെ വരുത്താം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേ എല്ലാ സൈഡും ഒരേപോലെ റോസ്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ മാറി നല്ലൊരു റോസ്റ്റ് ആയ മണം വരുന്നുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷണൽ ആണ്. നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് എള്ളാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഇതിനെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. നന്നായിട്ട് റോസ്റ്റായി ഒരു ലൈറ്റ് ബ്രൗൺ ആയി. ഇതും പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും അതിലേക്ക് തന്നെ 7 വറ്റൽമുളക് റോസ്റ്റ് ചെയ്തെടുക്കുക. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. നമ്മൾ കുരുമുളകൊക്കെ ചേർത്താണ്, അതുകൊണ്ട് എരിവിനനുസരിച്ച് മുളക് ചേർക്കുക. ഇത്രയും ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ല എരിവ് കാണും. അതും മൂക്കുമ്പോൾ കുറച്ച് ഡ്രൈ കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് കറിവേപ്പില ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറിവേപ്പില മാത്രം ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇത് ആറിയതിനു ശേഷം പൊടിച്ചെടുക്കാം. ഇതിപ്പോ നന്നായിട്ട് ആറി ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. ആദ്യം കുറച്ച് ചേർക്കുക, വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചത്. നിങ്ങൾക്ക് ഫൈൻ പൗഡർ ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പൊടിക്കുക. ഇത് നല്ലെണ്ണ ഒഴിച്ച് കഴിക്കുമ്പോൾ ആണ് നല്ല ടേസ്റ്റ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. എള്ള് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. എരിവും ഉപ്പും ഒക്കെ കറക്റ്റ് ആണ്. ഇഡ്ലിയുടെ കൂടെ അടിപൊളിയായിരിക്കും. ഞങ്ങൾ ഇവിടെ ഗോതമ്പ് ദോശയുടെ കൂടെ വരെ കഴിക്കും. നല്ല ടേസ്റ്റ് ആണ്. നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുവാണെങ്കിൽ ഒരു 3-4 മാസം വരെ ഒട്ടും ചീത്താവാതെ ഇത് നമ്മുടെ കബോർഡിലിരിക്കും. ഇനി നിങ്ങൾക്ക് അതിലും കൂടുതൽ നാൾ ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.